ആഘോഷം പൊടിപൊടിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലേക്ക് എത്തുന്നതിന്റെ ആദ്യ ദൃശ്യങ്ങൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കുകയാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലേക്ക്, രാമജന്മഭൂമിയിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ്. കനത്ത സുരക്ഷാ വലയത്തിൽ ചടങ്ങുകളുടെ പ്രാണപ്രതിഷ്ഠയുടെ യജമാനൻ എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ പ്രതിഷ്ഠാ ചടങ്ങുകൾ, പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങുകൾ ആരംഭിക്കും. ഇപ്പോൾ സമയം 11:30 12:20 ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്ന പാതകളിൽ നിന്ന് എന്തായാലും ഭക്തരെ ഉൾപ്പെടെ നേരെ അകലം പാലിച്ചാണ് നിർത്തിയിട്ടുള്ളത്. രഞ്ജിത്ത്, പ്രധാനമന്ത്രി എത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയും വലിയ ജനക്കൂട്ടമുണ്ട്. അവർ ഹർഷാരവം മുഴക്കുന്നുണ്ട്, മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുണ്ട്. തീർച്ചയായും അഭിലാഷ്, വലിയ ജനക്കൂട്ടമാണ് ഈ പാതകളിൽ ഉണ്ടായിരുന്നത്. അവരിൽ പലരെയും ഒഴിപ്പിച്ചുവെങ്കിലും ആളുകൾ അവിടെ കൂടി നിൽക്കുന്നുണ്ട്. തദ്ദേശവാസികളായ ആളുകൾക്ക് അവിടെ നിൽക്കാനുള്ള അനുവാദം കൂടിയുണ്ട്. മറ്റുള്ളവരെയൊക്കെ അവിടെ നിന്ന് ഒഴിപ്പിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ഏതായാലും വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് അയോധ്യയിലുള്ളത് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം മുതൽ അതിന്റെ വാർത്തകൾ നമ്മൾ നൽകുന്നുണ്ട്. 13,000-ഓളം സേനാംഗങ്ങളാണ് അയോധ്യയിലെ സുരക്ഷ അത് നിശ്ചയിക്കുന്നത്. ബോംബ് സ്ക്വാഡുകൾ, ദേശീയ ദുരന്ത നിവാരണ സേന, സംസ്ഥാന സ്പെഷ്യൽ ടീം എന്നിവരെ ഉപയോഗിച്ചും നിർമ്മിത ബുദ്ധിയുടെ സഹായവും അടക്കം തേടിയാണ് ഈ അയോധ്യയുടെ ത്രിതല സുരക്ഷാ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. അതിന്റെയൊക്കെ പ്രതിഫലമായി പഴുതടച്ച സംവിധാനങ്ങളിലൂടെയാണ് കാര്യങ്ങൾ കടന്നുപോകുന്നത്. അത്രത്തോളം രാജ്യത്തെ പ്രമുഖ വ്യക്തികളാണ്, VVIPകളാണ് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. അയോധ്യ എന്ന കൊച്ചു നഗരത്തിലേക്ക് രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള സാംസ്കാരിക, സിനിമ, സംഗീത മേഖലകളിൽ നിന്നുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. കായിക താരങ്ങളടക്കം എത്തിയിരിക്കുന്നു. പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു. യോഗി ആദിത്യനാഥിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. അങ്ങനെ നിർണായകമായ ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി ഒരുപാട് ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം നേരത്തെ പറഞ്ഞതുപോലെ 11:30 പൂജാ ചടങ്ങുകൾ ആരംഭിക്കുന്നുണ്ട്. 11:30 ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. 11:30 ആ ചടങ്ങുകൾ ആരംഭിക്കും ശ്രീകോവിലിൽ. അതിനുശേഷമാണ് 12:15 12:40 ഇടയ്ക്കുള്ള പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുക. അഭിജിത്ത് മുഹൂർത്തം എന്ന 48 സെക്കൻഡ് ഏറെ നിർണായകമായ വിശിഷ്ടമായ സമയമാണ്. ആ സമയത്താണ് ഇതിന്റെ പ്രതിഷ്ഠയുടെ നിർണായക ഘട്ടമുണ്ടാവുക. അപ്പോഴാണ് പ്രധാനമന്ത്രി അടക്കമുള്ളവർക്ക് ശ്രീകോവിലിനുള്ളിൽ പ്രവേശനവും അവർ നടത്തുന്ന യജമാനായി പ്രധാനമന്ത്രി അവിടെ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നിർണായകമായ ആ നിമിഷങ്ങൾക്ക് ഇനി അല്പസമയത്ത് കൂടി കാലതാമസം മാത്രമേ ഉള്ളൂ. അല്പ മിനിറ്റുകൾക്കകം തന്നെ ഈ പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് കടക്കുകയാണ്. നമുക്ക് ഈ പ്രദേശത്തൊക്കെ ഇരുവശത്തും നേരത്തെ പറഞ്ഞതുപോലെ മിക്ക സ്ഥലങ്ങളിലും ഈ തീർച്ചയായും രഞ്ജിത്ത്